ഒട്ടകം എന്നത് പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. അതിന്റെ ശരീരഘടന, ജീവിതശൈലി, അതിജീവനത്തിനുള്ള കഴിവ് എന്നിവ ഒട്ടകത്തെ മരുഭൂമിയിലെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ജീവിയാക്കി മാറ്റുന്നുണ്ട്. മരുഭൂമിയുടെ കപ്പൽ എന്ന ഒട്ടകത്തിന്റെ വിശേഷണം തന്നെ അതിന്റെ അതിജീവനത്തിനുള്ള കഴിവിനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഒട്ടകത്തെ കുറിച്ചാണ്, ഒട്ടകത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു റാഫി ലൈവ് ട്രാവൽ സ്റ്റോറീസ്. ഒട്ടകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിന്റെ ആ ഒരു രൂപമാണ്. നീണ്ട കാലുകൾ, നീണ്ട കഴുത്ത്, അതുപോലെ തന്നെ മുതുകിലുള്ള പ്രൊജക്ട് ചെയ്തിട്ടുള്ള പൂഞ്ഞ എന്ന് പറയുന്ന ഭാഗമൊക്കെയാണ്. കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ പൂഞ്ഞയിൽ വെള്ളമാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, സംഭരിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ മറിച്ച് അതിൽ കൊഴുപ്പാണ് സംഭരിച്ചു വെച്ചിട്ടുള്ളത്. ഏകദേശം 20 കിലോയോളം കൊഴുപ്പ് സംഭരിച്ചു വെക്കാൻ ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞക്ക് കപ്പാസിറ്റി ഉണ്ട്. ധാരാളം വെള്ളവും ആഹാരവും ഒക്കെ ലഭിക്കുന്ന സമയത്ത് അതിൽ ധാരാളമായിട്ട് അത് തടിച്ചു കൊഴുത്ത് ധാരാളം കൊഴുപ്പിനെ അതിൽ സംഭരിച്ചു വെക്കുന്നു. പിന്നീട് വെള്ളവും ആഹാരവും ഒക്കെ കിട്ടാത്ത സമയങ്ങളിൽ അതിലുള്ള കൊഴുപ്പിനെ ശുദ്ധീകരിച്ചിട്ട് ഹൈഡ്രജൻ ആക്കി മാറ്റുന്നു. ശ്വസന വായുവിൽ നിന്ന് ഓക്സിജനും ഇതിലുള്ള ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് വെള്ളം ഒട്ടകങ്ങളിൽ നിർമ്മിക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു വെള്ളത്തിന്റെ നിർമ്മാണ യൂണിറ്റ് തന്നെ ഒട്ടകത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടുത്ത കാലാവസ്ഥകളിൽ, അതിശക്തമായിട്ടുള്ള കാലാവസ്ഥകളിൽ അതിജീവിക്കാനുള്ള ഇവകളുടെ കഴിവാണ്. ഏകദേശം 100 ലിറ്റർ വെള്ളം 10 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് കുറച്ചു ദിവസത്തേക്ക് വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ്. കാലാവസ്ഥക്കനുസരിച്ച് ചൂട് കൂടിയ പ്രദേശത്തിനും കുറഞ്ഞ പ്രദേശത്തിനും അനുസരിച്ച് ശരീരത്തിന്റെ താപനില കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ചുട്ടുപൊള്ളുന്ന മരുഭൂമികളിൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ -30 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറുകളിലും ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒട്ടകങ്ങൾക്കുണ്ട്. ഇവയുടെ നീണ്ട കാലുകൾ മണലിൽ നിന്നുള്ള നേരിട്ടുള്ള ചൂട് ശരീരത്തിലേക്ക് എത്തുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇവകളുടെ നീണ്ട കാലുകൾ കൊണ്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പാദങ്ങൾ പരന്നതായിട്ടുള്ളതാണ്. പരന്ന പാദമായതുകൊണ്ട് തന്നെ മണലിലൂടെ നടക്കുമ്പോൾ മണലിൽ താഴ്ന്നു പോകാതെ ഇവരെ സംരക്ഷിക്കുന്നു. മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒട്ടകങ്ങളുടെ കാഴ്ച വളരെയധികം കൃത്യമായിരിക്കും. കാരണം ഒരേ കാഴ്ചയിലൂടെ ഒരൊറ്റ സമയത്ത് 2 വസ്തുക്കളെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയിലൂടെ വേർതിരിച്ച് കാണാനുള്ള കപ്പാസിറ്റി ഒട്ടകങ്ങൾക്കുണ്ട്. നമുക്കൊക്കെ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെയാണ് ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഒട്ടകങ്ങൾക്ക് ഒരു സമയത്ത് 2 വസ്തുക്കളെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയിലൂടെ കാണാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ കണ്ണുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് കട്ടിയുള്ളതും നീണ്ടതുമായിട്ടുള്ള പുരികത്തോട് കൂടിയിട്ടുള്ള 2 കൺപോളകളാണ് ഒട്ടകങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മണൽക്കാറ്റുള്ള സമയങ്ങളിൽ യാത്ര തടസ്സപ്പെടുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒട്ടകത്തിന് 3 തലച്ചോറാണുള്ളത്. ബുദ്ധിയുടെ കാര്യത്തിൽ അപാരം തന്നെയാണ്. അതായത് ഓർമ്മശക്തി. ഒരു സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ പിന്നീട് മണൽക്കാറ്റൊക്കെ ഉണ്ടായിട്ട് ആ വഴി മാറിപ്പോയാലും ആഴ്ചകൾക്ക് ശേഷം തിരിച്ച് അതേ വഴിയിലൂടെ വരാൻ, അതേ വഴിയിലൂടെ വീട്ടിലെത്താൻ ഒട്ടകങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടകം ഇല്ലാതെ മരുഭൂമിയിലൂടെയുള്ള യാത്ര അസാധ്യമാണെന്ന് പറയുന്നത്. ഇഷ്ടാനുസരണം തുറക്കാനും അടക്കാനും കഴിയുന്നതാണ് ഒട്ടകത്തിന്റെ മൂക്കുകൾ. മണൽക്കാറ്റുണ്ടാകുന്ന സമയങ്ങളിൽ ഒട്ടകത്തിന്റെ ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നത് ഈ മൂക്കുകളാണ്. സാധാരണ സസ്തനികളിൽ 20% ജലാംശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടും. എന്നാൽ ഒട്ടകത്തിന്റെ കാര്യത്തിൽ 40%-ഓളം ജലം നഷ്ടപ്പെട്ടാലും ജീവൻ നിലനിർത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഒരുപാട് പ്രത്യേകതകൾ തന്നെയാണ് ഒട്ടകത്തിനുള്ളത്. സാധാരണ മുൾച്ചെടികളും ഇലകളും പുൽച്ചെടികളും ഒക്കെയാണ് ഭക്ഷിക്കാറുള്ളത്. നീണ്ട കഴുത്തുള്ളത് കൊണ്ട് മരത്തിൽ നിന്ന് നേരിട്ട് ഇലകളൊക്കെ പതിച്ച് ഭക്ഷിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അണ്ണാക്ക് ഉരുണ്ടതായതുകൊണ്ട് മുൾച്ചെടികൾ ഭക്ഷിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല. മുള്ളൊക്കെ കൊണ്ടിട്ട് മേൽചുണ്ടിന് ക്ഷതമേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേൽചുണ്ട് 2ആയി പിളർന്ന രീതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് ഭക്ഷണം കിട്ടാത്ത സമയങ്ങളിലൊക്കെ മരത്തിന്റെ തൊലി വലിച്ചെടുത്ത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഉറപ്പുള്ളതാണ്, അത്രയും കാഠിന്യമേറിയിട്ടുള്ളതാണ് ഒട്ടകത്തിന്റെ പല്ലുകൾ. ഒട്ടകപ്പാല് മരുഭൂമിയിലെ നാടോടികളുടെ ഒരു മുഖ്യ ആഹാരമാണ്. ഏകദേശം 1 മാസത്തോളം അവർ ഒട്ടകപ്പാല് മാത്രം കുടിച്ചുകൊണ്ട് ജീവിക്കാറുണ്ട്.
എന്നാൽ പശുപ്പാലിനെ അപേക്ഷിച്ച് ലാക്ടോസും അതുപോലെ തന്നെ കൊഴുപ്പും ഒട്ടകപ്പാലിൽ വളരെയധികം കുറവാണ്. എന്നാൽ ഇരുമ്പ്, പൊട്ടാസ്യം, വൈറ്റമിൻ സി എന്നിവ ഒട്ടകപ്പാലിൽ കൂടുതലുമാണ്. അതുപോലെ തന്നെയാണ് ഒട്ടക മാംസം ഭക്ഷ്യയോഗ്യമായിട്ട് ചിലയിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ അവരുടെ പരമ്പരാഗത വിഭവങ്ങളിൽ ഒന്നായിട്ടാണ് ഒട്ടക മാംസത്തെ അവർ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിൽ അത് നേരെ തിരിച്ചാണ്. ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് രാജസ്ഥാനിലാണ് ഒട്ടകങ്ങളെ വളർത്തുന്നുള്ളത്. 2014 രാജസ്ഥാൻ സർക്കാർ അവരുടെ സംസ്ഥാന മൃഗമായിട്ട് ഒട്ടകത്തെ മാറ്റുന്നത് കാരണം പിന്നീട് രാജ്യത്തെ മൃഗസംരക്ഷണ നിയമപ്രകാരം ഒട്ടകത്തെ അറുക്കൽ, കൊല്ലൽ എല്ലാം നിരോധിച്ചു. ഇന്ന് രാജ്യത്ത് ഒട്ടകത്തെ അറുക്കൽ നിരോധിക്കപ്പെട്ടതാണ്. അപ്പോൾ ഒട്ടകത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും ബൈ.